Hello friends, in this video I am going to discuss about balance of payment and its components. Balance of payment. ഒരു നേഷന് മറ്റൊരു നേഷനുമായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും ഒരു സമ്മറി സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഒന്നാമത്തേത്, ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഓൾ ഇക്കണോമിക് ട്രാൻസാക്ഷൻസ്. സെക്കൻഡ് വൺ, ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ട്രാൻസാക്ഷൻസ് വിസിബിൾ ആസ് വെൽ ആസ് ഇൻവിസിബിൾ. തേർഡ് വൺ, ഇറ്റ് റിലേറ്റ്സ് ടു എ പീരിയഡ് ഓഫ് ടൈം. യൂഷ്വലി ഒരു കലണ്ടർ ഇയർ വെച്ചിട്ടായിരിക്കും ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് തയ്യാറാക്കുന്നത്. അത് ജനറലി ഇറ്റ് ഈസ് എൻ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത്, ഇതൊരു ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റമാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഏതൊരു ട്രാൻസാക്ഷനും അവിടെ ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ട്രാൻസാക്ഷൻസും ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് കറൻസിയുടെ ഡിമാൻഡും സപ്ലൈയും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ കറൻസിക്ക് ഉണ്ടാകുന്ന എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ട്രെൻഡ്സ് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഓഫ് നമ്മുടെ കൺട്രിയെ മനസ്സിലാക്കാനും പറ്റും. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഒന്നാമത്തേത്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. എന്ന് വെച്ചാൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആർ ദോസ് ദാറ്റ് ഇൻവോൾവ് ദ റെസീറ്റ് ഓഫ് പേയ്മെൻറ്റ്സ് ഫ്രം ഫോറിനേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പേയ്മെൻറ്റ്സിനെയാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിനെ ഒരു പോസിറ്റീവ് സൈൻ വെച്ചിട്ടായിരിക്കും, പ്ലസ് സൈൻ വെച്ചിട്ടായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് വരുന്നത് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പേയ്മെൻറ്റ് കിട്ടും അല്ലേ, ഫോറിനേഴ്സിൽ നിന്ന് നമുക്കൊരു പേയ്മെൻറ്റ് കിട്ടും. അതുപോലെ യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് എന്ന് വെച്ചാൽ ഗിഫ്റ്റാണ്, ഫ്രീ ആയിട്ട് കിട്ടുന്ന, എന്ന് വെച്ചാൽ നമ്മൾ പേയ്മെൻറ്റ് പിന്നീട് ഒരിക്കലും ചെയ്യുകയില്ല, ഇപ്പോഴും ചെയ്യേണ്ട പിന്നീടും ചെയ്യേണ്ട, അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന, ഫോർ എക്സാമ്പിൾ ഗിഫ്റ്റായിട്ട് കിട്ടുന്നതിനെയാണ് യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോറിനേഴ്സിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ്, അതുപോലെ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതിൻ്റെ ക്യാപിറ്റൽ ഇൻഫ്ലോസ്, ഇതെല്ലാമാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷനിൽ വരുന്നത്. അതൊരു പോസിറ്റീവ് സൈൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അടുത്ത്, ഡെബിറ്റ് ട്രാൻസാക്ഷൻസ് ആർ ദോസ് ദാറ്റ് ഇൻവോൾവ് ദ മേക്കിംഗ് ഓഫ് പേയ്മെൻറ്റ്സ് ടു ഫോറിനേഴ്സ്. അപ്പം നമ്മൾ അങ്ങോട്ട് ഫോറിനേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കുന്നതിനെയാണ് കൊടുക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ് ഡെബിറ്റ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ അതൊരു നെഗറ്റീവ് സൈൻ യൂസ് ചെയ്തിട്ടാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതിൽ വരുന്നത് ഇമ്പോർട്ട്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പം അങ്ങോട്ട് പേയ്മെൻറ്റ് നടത്തണമല്ലോ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ. അതുപോലെ യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് മെയ്ഡ് ടു ഫോറിനേഴ്സ്, നമ്മൾ ഫോറിനേഴ്സിന് കൊടുക്കുന്ന യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ്. അതുപോലെ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ, ഇതിനെ എല്ലാത്തിനെയാണ് ഡെബിറ്റ് ട്രാൻസാക്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൽ വരുന്ന മറ്റൊരു കാര്യമാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. All the international transactions is recorded twice. Once as a credit and once as a debit of an equal amount. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഇൻ ജനറൽ എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു സൈഡ്സ് അല്ലേ. നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മളതിന് പേ ചെയ്യും. അതുപോലെ നമ്മളൊരു പ്രോഡക്റ്റ് വിൽക്കുമ്പോഴും നമ്മൾ നമുക്കൊരു പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ അവിടെ രണ്ട് ടൈപ്പ് ട്രാൻസാക്ഷൻസ് നടക്കുകയാണ്, രണ്ട് സൈഡ് ട്രാൻസാക്ഷൻസ് നടക്കുകയാണ്. അതുകൊണ്ടാണ് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഇസ് റെക്കോർഡഡ് ട്വൈസ് ഇൻ BOP എന്ന് പറയുന്നത്. അതിനെയാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കമ്പണൻസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. മെയിൻലി വരുന്ന കമ്പണൻസ് കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് കറണ്ട് അക്കൗണ്ട്, സെക്കൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. പിന്നെ ഇപ്പോൾ അഡീഷണലി ഒന്നുകൂടെ വരുന്നത് ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട് എന്നതും അതുപോലെ എറേഴ്സ് ആൻഡ് ഒമിഷൻസും ആണ്. അപ്പോൾ മെയിൻലി കറണ്ട് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ, ദ കറണ്ട് അക്കൗണ്ട്. അപ്പോൾ കറണ്ട് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെക്കോർഡ്സ് എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ്. അപ്പോൾ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും എക്സ്പോർട്ട്സും ഇമ്പോർട്ട്സും അതുപോലെ യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സും റെക്കോർഡ് ചെയ്യുന്നതാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിൽ എക്സ്പോർട്ട്സ് നമ്മൾ പോസിറ്റീവ് ആയിട്ടും ഇമ്പോർട്ട്സ് നെഗറ്റീവ് ഐറ്റംസ് ആയിട്ടുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം എക്സ്പോർട്ട്സ് നോർമലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് FOB എന്ന് പറഞ്ഞിട്ടാണ്, ഫ്രീ ഓൺ ബോർഡ്. എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഇൻഷുറൻസ്, ഇതൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറില്ല. ഈ എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ നമ്മൾ ഒരിക്കലും കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഇൻഷുറൻസ് അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാറില്ല, അല്ലാതെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇമ്പോർട്ട്സ് ആണെങ്കിൽ ഈസ് കാൽക്കുലേറ്റഡ് ആസ് CIF എന്ന് പറഞ്ഞാൽ കോസ്റ്റ്, ഇൻഷുറൻസ്, ഫ്രൈറ്റ്, ട്രാൻസ്പോർട്ടേഷൻ, ഇൻഷുറൻസ് കോസ്റ്റ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
അപ്പം ഒരിക്കൽ കൂടി നോക്കാം കമ്പണൻസ് ഓഫ് കറണ്ട് അക്കൗണ്ട്സ്. അതിനകത്ത് വരുന്നത് ഈ ഒരു ഫിഗറിലെന്ന് മനസ്സിലാവും. ട്രേഡ് ഇൻ ഗുഡ്സ്, ട്രേഡ് ഇൻ സർവീസസ്, ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്. അതുപോലെ ട്രേഡ് ഇൻ ഗുഡ്സിനകത്ത് വരുന്ന രണ്ട് കാര്യങ്ങൾ എക്സ്പോർട്ട്സ് ഓഫ് ഗുഡ്സ് ആൻഡ് ഇമ്പോർട്ട്സ് ഓഫ് ഗുഡ്. ട്രേഡ് ഇൻ സർവീസസിലെ നെറ്റ് ഫാക്ടർ ഇൻകം ആൻഡ് നെറ്റ് നോൺ ഫാക്ടർ ഇൻകം. അടുത്ത ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സിൽ വരുന്ന ഗിഫ്റ്റ്, റെമിറ്റൻസ് ആൻഡ് ഗ്രാൻസ്. അടുത്തതായിട്ട് ദ ബാലൻസ് ഓഫ് എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ഓഫ് ദ ഗുഡ്സ് ഈസ് റെഫേർഡ് ആസ് ബാലൻസ് ഓഫ് വിസിബിൾ ട്രേഡ്. അപ്പോൾ എക്സ്പോർട്ട്സിൻ്റെയും ഇമ്പോർട്ട്സിൻ്റെയും ബാലൻസിനെ ഗുഡ്സിൻ്റെ എക്സ്പോർട്ട്സിൻ്റെയും ഇമ്പോർട്ടൻസിൻ്റെയും ബാലൻസിന് നമ്മൾ എന്താ പറയുന്നത്? ബാലൻസ് ഓഫ് വിസിബിൾ ട്രേഡ് എന്നാണ് പറയുന്നത്. അടുത്ത സർവീസസിൻ്റെ എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സിന് ബാലൻസ് ഓഫ് ഇൻവിസിബിൾ ട്രേഡ് എന്നാണ് പറയുന്നത്. ഇൻവിസിബിൾ ട്രേഡ് മോർ ഹെട്രോജീനിയസ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് വെരി ഓഫൻ യൂസ്ഫുൾ ഫോർ ഇക്കണോമിക് പർപ്പസ് ടു ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഫാക്ടർ ആൻഡ് നോൺ ഫാക്ടർ സർവീസസ്. അടുത്ത് പറയുന്നത് യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സിനെ പറ്റിയാണ്. യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് ഓർ അൺറിക്വീറ്റഡ് റെസീറ്റ്സ് ആർ റെസീറ്റ്സ് which the resident of a country receive for free without having to make any present or future payment in return. ഇപ്പോഴോ അല്ലെങ്കിൽ പിന്നീടോ നമ്മൾ ഒരു പേയ്മെൻറ്റും കൊടുക്കാൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നാണ് യൂണിലാറ്ററൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിച്ച് ദ റെസിഡൻറ്റ് ഓഫ് എ കൺട്രി റിസീവ് വിത്തൗട്ട് മേക്കിംഗ് പേയ്മെൻറ്റ്. അപ്പം ഒരു കൺട്രിയിലെ റെസിഡൻറ്റിന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നാണ് യൂണിലാറ്ററൽ ട്രാൻസ്ഫർ ഓർ അൺറിക്വറ്റഡ് റെസീറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ റെസീറ്റ്സ് ഫ്രം എബ്രോഡിന് നമ്മൾ റെസീറ്റ്സ് ഫ്രം എബ്രോഡിനെ നമ്മൾ പോസിറ്റീവ് ഐറ്റമായിട്ടും അങ്ങോട്ട് കൊടുക്കുന്ന പേയ്മെൻറ്റ്സിനെ നമ്മൾ നെഗറ്റീവ് ഐറ്റമായിട്ടും ആണ് കണക്കാക്കുന്നത്. അടുത്ത് ഈ ഒരു പറയുന്ന റെസീറ്റ് രണ്ട് ടൈപ്പിലുണ്ട്. ഒന്നാമത്തേത് പ്രൈവറ്റ് അൺറിക്വറ്റഡ് ട്രാൻസ്ഫേഴ്സ്, രണ്ടാമത്തേത് ഒഫീഷ്യൽ അൺറിക്വറ്റഡ് ട്രാൻസ്ഫേഴ്സ്. അതിൽ പ്രൈവറ്റ് അൺറിക്വറ്റഡ് ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഈസ് ഗിഫ്റ്റ് വിച്ച് ഡൊമസ്റ്റിക് റെസിഡൻസ് റിസീവ് ഫ്രം ഫോറിൻ റെസിഡൻസ്. അപ്പോൾ ഫോറിനിലുള്ളവരിൽ നിന്ന് ഡൊമസ്റ്റിക് റെസിഡൻസിന് കിട്ടുന്നതിനെയാണ് പ്രൈവറ്റ് അൺറിക്വറ്റഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഗൾഫിലിരുന്നുകൊണ്ട് വീട്ടിലേക്ക് പണം അയക്കാറില്ലേ, അതിനെയാണ് പ്രൈവറ്റ് അൺറിക്വറ്റഡ് ട്രാൻസ്ഫേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഒഫീഷ്യൽ അൺറിക്വറ്റഡ് ട്രാൻസ്ഫേഴ്സ്. ഡെവലപ്ഡ് കൺട്രീസ് ലെസ് ഡെവലപ്ഡ് കൺട്രീസിന് ഇങ്ങനെ സഹായം കൊടുക്കില്ലേ, അതിനെയാണ് ഒഫീഷ്യൽ അൺറിക്വറ്റഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അടുത്തതിന് ഒരു മൂന്നാമത്തെ ഫോം എന്ന് പറയുന്നത് റിപ്പറേഷൻ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നഷ്ടപരിഹാരം കൊടുക്കുക. എന്തെങ്കിലും ഒരു സാങ്കേതികമായ കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു കൺട്രി മറ്റൊരു കൺട്രിക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരില്ലേ, അതിനെയാണ് റീപ്പറേഷൻ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ദ നെറ്റ് വാല്യൂ ഓഫ് ബാലൻസ് ഓഫ് വിസിബിൾ ട്രേഡ് ആൻഡ് ഓഫ് ഇൻവിസിബിൾ ട്രേഡ് ആൻഡ് ഓഫ് യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് ഡിഫൈൻസ് ദ ബാലൻസ് ഓൺ കറണ്ട് അക്കൗണ്ട്. അപ്പോൾ ബാലൻസ് ഓഫ് കറണ്ട് അക്കൗണ്ട് ഈസ് ഈക്വൽ ടു എന്താണ്? ബാലൻസ് ഓഫ് വിസിബിൾ ട്രേഡ് ആൻഡ് ഇൻവിസിബിൾ ട്രേഡ് പ്ലസ് യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് ആണ്. അപ്പോൾ ഇത്രയാണ് കറണ്ട് അക്കൗണ്ടിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ആദ്യം നമുക്ക് അതിൻ്റെ കമ്പോണൻസ് ഒന്ന് നോക്കാം. ഓക്കെ, ഈ കമ്പോണൻസ് നോക്കുമ്പോൾ ഒന്നാമത്തേത് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, എക്സ്റ്റേണൽ ബോറോയിങ്സ്, എക്സ്റ്റേണൽ അസിസ്റ്റൻസ്. ഓക്കെ, ആ ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് വരുന്ന രണ്ടെണ്ണമാണ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. അടുത്ത എക്സ്റ്റേണൽ ബോറോയിങ്സിൽ വരുന്ന എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ കമേഴ്ഷ്യൽ ബോറോയിങ്സ്, അതുപോലെ ഷോർട്ട് ടേൺ ഡെറ്റ് കാര്യങ്ങളാണ്. എക്സ്റ്റേണൽ അസിസ്റ്റൻസ് പറയുമ്പം ഗവൺമെൻറ് എയ്ഡ്, അതുപോലെ ഇൻ്റർ ഗവൺമെൻറ്റൽ മൾട്ടിലാറ്ററൽ ലോൺസ് ഒക്കെയാണ് വരുന്നത്. നമുക്കതിനെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ദ ക്യാപിറ്റൽ അക്കൗണ്ട് records all international transactions that involve a resident of the country concerned changing either his asset or his liability to a resident of another country. ഒരു കൺട്രിയിലെ റെസിഡൻറ്റ് മറ്റൊരു കൺട്രിയിലെ റെസിഡൻറ്റുമായിട്ട് അവരുടെ അസറ്റ് ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ലയബിലിറ്റീസ് ചേഞ്ച് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ട്രാൻസാക്ഷൻസ് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് റിഫ്ലക്റ്റ് എ ചേഞ്ച് ഇൻ എ സ്റ്റോക്ക് എയ്തർ അസറ്റ് ഓർ ലയബിലിറ്റി. അപ്പം ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻസ് എന്താണ് കാണിക്കുന്നത്? സ്റ്റോക്കിലെ ചേഞ്ചിനെയാണ് കാണിക്കുന്നത്. ഒന്നുകിൽ അത് അസറ്റ് ആവാം അല്ലെങ്കിൽ ലയബിലിറ്റി ആവാം. എന്തായാലും ഒരു സ്റ്റോക്കിലെ ചേഞ്ചാണ് ക്യാപിറ്റൽ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് കാണിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. അല്ല, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈസ് ദ ആക്ട് ഓഫ് പർച്ചേസിങ് ആൻ അസറ്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം അക്വയറിങ് കൺട്രോൾ ഓഫ് ഇറ്റ്. നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്യും, അതോടൊപ്പം തന്നെ അതിൻ്റെ കൺട്രോളും നേടുന്നതിനെയാണ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ
is an acquisition of an asset that does not give the purchaser control. നമുക്ക് ആ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും, പക്ഷേ ആ പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ കൺട്രോൾ കിട്ടില്ല എന്നുള്ളതാണ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം എന്താണ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പർച്ചേസ് ഓഫ് ഷെയർസ് ഇൻ എ ഫോറിൻ കമ്പനി. നമ്മളൊരു ഫോറിൻ കമ്പനിയിൽ നിന്നൊരു ഷെയർ പർച്ചേസ് ചെയ്യുകയാണ്. അപ്പം നമുക്കതിൻ്റെ പ്രോഫിറ്റൊക്കെ കിട്ടും, പക്ഷേ നമുക്കതൊരിക്കലും ആ ഒരു കമ്പനി കൺട്രോൾ ചെയ്യാനുള്ള ഒരു റൈറ്റ് ഒരിക്കലും കിട്ടില്ല. അടുത്ത പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് മേ ഓൾസോ ബി ഐഡൻറ്റിഫൈഡ് ആസ് എയ്തർ പ്രൈവറ്റ് ഓർ ഒഫീഷ്യൽ അക്കോർഡിംഗ് ടു ദ സെക്ടർ ഫ്രം വിച്ച് ദേ ഒറിജിനേറ്റ്. അപ്പം പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രൈവറ്റും ഉണ്ട്, ഒഫീഷ്യലും ഉണ്ട്. അടുത്ത് പറയുന്നത് ദ പർച്ചേസ് ഓഫ് ആൻ അസറ്റ് ഇൻ അനദർ കൺട്രി വെദർ ഇറ്റ് ഇസ് ഡയറക്റ്റ് ഓർ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് വുഡ് അപ്പിയർ ആസ് എ നെഗറ്റീവ് ഐറ്റം ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർ ദ പർച്ചേസിംഗ് ഫേംസ് കൺട്രി ആസ് എ പോസിറ്റീവ് ഐറ്റം ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർ ദ അതർ കൺട്രി. അപ്പം ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിക്കോട്ടെ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിക്കോട്ടെ ഏതായാലും ക്യാപിറ്റൽ അക്കൗണ്ടിൽ എങ്ങനെയാണ് വരുന്നത്? പർച്ചേസിങ് കൺട്രിക്ക് അതൊരു നെഗറ്റീവായിട്ടും അതുപോലെ മറ്റേ കൺട്രിക്ക് അതൊരു പോസിറ്റീവ് ഐറ്റമായിട്ടുമാണ് അവർ ആഡ് ചെയ്യുന്നത്. The net value of the balance of direct and portfolio investment defines the balance of capital account. അപ്പോൾ balance of capital account is equal to balance of sum of balance of payment, balance of direct and portfolio investment. അടുത്ത് നോക്കാൻ പോകുന്നത് ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം there are changes in the reserves of the country whose balance of payment and change in that part of the reserves of other country that is held in the country concerned. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അറിയാമല്ലോ ഒരു കൺട്രിയിൽ റിസർവ് ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ നേഷൻസിലും അവരവരുടേതായിട്ടുള്ള ഒഫീഷ്യൽ റിസർവ്സ് ഉണ്ട്. അപ്പോൾ കൺട്രിക്കകത്തുണ്ടാവുന്ന ഒഫീഷ്യൽ റിസർവ്സിൻ്റെ ചേഞ്ചസിനെയാണ് ചേഞ്ചസിനെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അതിനെയാണ് ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം പലപ്പോഴും റിസർവ്സ് ഏതെല്ലാം ഫോമിലായിരിക്കും? there are mainly three forms of reserves. ഒന്നാമത്തേത് ഫോറിൻ കറൻസി, രണ്ടാമത്തേത് ഗോൾഡ്, അതുപോലെ സ്പെഷ്യൽ ഡിപ്പോസിറ്റ് റെസീറ്റ്സ് ബോറോഡ് ഫ്രം IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്ന് ബോറോ ചെയ്യുന്ന സ്പെഷ്യൽ ഡിപ്പോസിറ്റ് റെസീറ്റ്സ് SDRഉം, അതുപോലെ ഫോറിൻ കറൻസി, അതുപോലെ ഗോൾഡ്. ഇത് മൂന്നുമാണ് മെയിൻലി ഒരു കൺട്രിക്ക് ഉണ്ടാകുന്ന റിസർവ്സ് എന്ന് പറയുന്നത്. ദ റിസർവ്സ് ഡു നോട്ട് ഹാവ് ടു ബി ഹെൽഡ് വിത്തിൻ ദ കൺട്രി. അപ്പം റിസർവ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ കൺട്രിക്ക് അകത്ത് തന്നെ വെച്ചിരിക്കണം എന്നില്ല. ഇൻഡീഡ് മോസ്റ്റ് കൺട്രീസ് ഹോൾഡ് എ പ്രൊപ്പോർഷൻ ഓഫ് ദിയർ റിസർവ്സ് ഇൻ അക്കൗണ്ട്സ് വിത്ത് ഫോറിൻ സെൻട്രൽ ബാങ്ക്. അപ്പം പക്ഷേ എങ്കിലും മോസ്റ്റ് കൺട്രീസ് അവരുടെ ഒരു റിസർവ്സിൻ്റെ സം പ്രൊപ്പോർഷൻ ഓഫ് ദിയർ റിസർവ്സ് അവർ ഹോൾഡ് ചെയ്തിരിക്കുമെന്നാണ് പറയുന്നത്. The change in the country's reserve must of course reflect the net value of all the other recorded items in the balance of payment. അപ്പോൾ എങ്ങനെയാണ് ഒരു കൺട്രിയിലെ റിസർവ്സിലെ ചേഞ്ചസ് എങ്ങനെയാണെങ്കിലും നെറ്റ് വാല്യൂ ഓഫ് മറ്റ് റെക്കോർഡഡ് ഐറ്റംസിൻ്റെ നെറ്റ് വാല്യൂവിനെ എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ കൺട്രിയുടെ റിസർവ്സിൻ്റെ മാറ്റങ്ങൾ ചേഞ്ചസ് നെറ്റ് വാല്യൂവിൽ റിഫ്ലക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അടുത്തത് എറേഴ്സ് ആൻഡ് ഒമിഷൻ അല്ലെങ്കിൽ ബാലൻസ് ഐറ്റംസ് റിഫ്ലക്ട് ഡിഫിക്കൽട്ടീസ് ഇൻവോൾവ് ഇൻ റെക്കോർഡിംഗ് ആക്യുറേറ്റ്ലി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം ആണെന്ന് പറഞ്ഞു. അപ്പം 2 പ്രാവശ്യം ഡെബിറ്റ് ആയിട്ടും ക്രെഡിറ്റ് ആയിട്ടും നമ്മൾ ട്രാൻസാക്ഷൻസ് അതിൽ ആഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടുമാണ്, അതേസമയം കുറേ എറേഴ്സൊക്കെ വരാനും സാധ്യതയുണ്ട്. അതിനെയാണ് എറേഴ്സ് ആൻഡ് ഒമിഷൻസ് എന്ന ഒരു കമ്പണനായിട്ട് കണക്കാക്കുന്നത്. ഇൻ സം കേസസ് ദർ ഈസ് സച്ച് എ ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ദാറ്റ് എ സാമ്പിൾ ഈസ് ടേക്കൺ റാദർ ദാൻ റെക്കോർഡിംഗ് ഈച്ച് ട്രാൻസാക്ഷൻ വിത്ത് ദ ഇൻഎവിറ്റബിൾ എറേഴ്സ് ദാറ്റ് ഒക്കർ വെൻ സാമ്പിൾസ് ആർ യൂസ്ഡ്. അപ്പം നമ്മൾ എത്രയൊക്കെ സാമ്പിൾസ് യൂസ് ചെയ്യുമ്പോഴും പലപ്പോഴും വലിയ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് എറേഴ്സ് ആൻഡ് ഒമിഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഡിസോണസ്റ്റി, ഈ മെർക്കൻഡൈസ് ഐറ്റംസിൻ്റെ എക്സ്പോർട്സും ഇമ്പോർട്ട്സും ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിസോണസ്റ്റിയും ഈ എറേഴ്സ് ആൻഡ് ഒമിഷൻസ് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ടാക്സസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഇമ്പോർട്ട്സും എക്സ്പോർട്ട്സും ഒക്കെ പലരും മറച്ചു വയ്ക്കാറുണ്ട്, റിപ്പോർട്ട് ചെയ്യാതിരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും എറേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് നമ്മൾ BOP കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് പറയാൻ പോവുകയാണ്. BOP എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? BOP ഈസ് ഈക്വൽ ടു കറണ്ട് അക്കൗണ്ട് പ്ലസ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്ലസ് ഒഫീഷ്യൽ റിസർവ് ട്രാൻസാക്ഷൻസ് പ്ലസ്
എറേഴ്സ് ആൻഡ് ഒമിഷൻസ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് ബി ഒ പി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവിടെ ദി സം ഓഫ് ദ കറണ്ട് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻഡിക്കേറ്റ്സ് ദ ഓവറോൾ ബാലൻസ് വിച്ച് കുഡ് എയ്തർ ബി ഇൻ സർപ്ലസ് ഓർ ഇൻ ഡെഫിസിറ്റ്. അപ്പോൾ കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെയും സം തന്നെയാണ് ഓരോ ഓവറോൾ ബാലൻസ് കാണിക്കുന്നത്. അത് സർപ്ലസും ആവാം, അതുപോലെ ഡെഫിസിറ്റും ആവാം. അപ്പോൾ ഈ ബി ഒ പി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 2 കാര്യങ്ങളുണ്ട്, ബി ഒ പി സർപ്ലസ് അല്ലെങ്കിൽ ബി ഒ പി ഡെഫിസിറ്റ്. അപ്പോൾ ആദ്യം ബി ഒ പി ഡെഫിസിറ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ കറണ്ട് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് കൂട്ടുമ്പോൾ ഒരു നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ അത് അവിടെ ബി ഒ പി ഡെഫിസിറ്റ് ആയിരിക്കും. അപ്പോൾ ബി ഒ പി ഡെഫിസിറ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ ഈ ഒഫീഷ്യൽ റിസർവ് ട്രാൻസാക്ഷൻസ് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്, അത് ആഡ് ചെയ്യാറില്ല. അടുത്ത് ബി ഒ പി സർപ്ലസ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ആഡ് ചെയ്യുമ്പം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ സർപ്ലസ് ആണ് വരുന്നതെന്ന് അർത്ഥം. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സർപ്ലസ് വിൽ ബി കൺസിഡേർഡ് ആസ് എൻ അഡീഷൻ ടു ഒഫീഷ്യൽ റിസർവ്സ്. അപ്പം ഇവിടെ ബി ഒ പി സർപ്ലസ് വരുമ്പോൾ ഒഫീഷ്യൽ റിസർവ്സ് ആഡ് ചെയ്യും, ബി ഒ പി ഡെഫിസിറ്റ് വരുമ്പോൾ ഒഫീഷ്യൽ റിസർവ്സ് മാറ്റി നിർത്തും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. അടുത്ത ഈ ബി ഒ പി നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഉപയോഗങ്ങൾ എന്താണ്, അതിൻ്റെ പേർപ്പസ് എന്താണ്? ഇറ്റ് റിവീൽസ് ദ ഫിനാൻഷ്യൽ ആൻഡ് ഇക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് എ കൺട്രി. അതുപോലെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ഇൻഡിക്കേറ്റർ ടു ഡിറ്റർമിൻ വെദർ ദ കൺട്രീസ് കറൻസി വാല്യൂ അപ്രീഷിയേറ്റിംഗ് ഓർ ഡിപ്രീഷിയേറ്റിംഗ്. ഒരു കൺട്രിയുടെ കറൻസി വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യണോ എന്നുള്ളത് നമുക്ക് ബി ഒ പി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് ഡിഫറെൻറ്റ് പോളിസീസ്, ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസീസ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ബി ഒ പി കാൽക്കുലേഷൻ ഹെൽപ്പ് ചെയ്യും. അടുത്ത ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിലുണ്ടാകുന്ന ഡിസിക്വിലിബ്രിയം. ഈ ഡിസിക്വിലിബ്രിയം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എ ഡിസിക്വിലിബ്രിയം ഇൻ ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് മീൻസ് ഇറ്റ്സ് കണ്ടീഷൻ ഓഫ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഇങ്ങനെ ഡെഫിസിറ്റ് അല്ലെങ്കിൽ സർപ്ലസ് ഉണ്ടാകുന്ന ഈ ഒരു കണ്ടീഷനെയാണ് ഡിസിക്വിലിബ്രിയം എന്ന് പറയുന്നത്. എ സർപ്ലസ് ഇൻ ദ ബി ഒ പി ഒക്കേഴ്സ് വെൻ ടോട്ടൽ റെസീറ്റ്സ് എക്സീഡ് ടോട്ടൽ പേയ്മെൻറ്റ്. അപ്പോൾ നമുക്കറിയാം ക്രെഡിറ്റ് ബി ഒ പി സർപ്ലസ് ആകുമ്പോൾ എങ്ങനെയാണ്, ക്രെഡിറ്റ് കൂടും ഡെബിറ്റ് കുറവായിരിക്കും. ബി ഒ പി ഡെഫിസിറ്റ് ആവുന്നത് എങ്ങനെയാണ്, ക്രെഡിറ്റ് കുറവായിരിക്കും ഡെബിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കോസസ് എന്താണെന്ന് നോക്കാം. കോസസ് ഓഫ് ഡിസിക്വിലിബ്രിയം ഇൻ ദ ബി ഒ പി. ഫസ്റ്റ് വൺ സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻ, അതുപോലെ ഷോർട്ട് ഫോൾ ഇൻ എക്സ്പോർട്സ്, ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, റാപ്പിഡ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, സ്ട്രക്ചറൽ ചേഞ്ചസ്, നാച്ചുറൽ കലാമിറ്റീസ്. ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് ബി ഒ പിയുടെ ഡിസിക്വിലിബ്രിയത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് മെയിൻ റീസൺസ് എന്ന് പറയുന്നത്, കോസസ്. അടുത്ത ഈ ഒരു ഡിസിക്വിലിബ്രിയം കറക്റ്റ് ചെയ്യാനായിട്ട് മെയിൻലി മോണിറ്ററി മെഷേഴ്സും ഉണ്ട്, നോൺ മോണിറ്ററി മെഷേഴ്സും ഉണ്ട്. മോണിറ്ററി മെഷേഴ്സ് എന്ന് പറയുമ്പം മോണിറ്ററി പോളിസീസ്, ഫിസ്ക്കൽ പോളിസീസ്, എക്സ്ചേഞ്ച് റേറ്റ് ഡിപ്രീസിയേഷൻ, ഡിവാലുവേഷൻ, ഡിഫ്ലേഷൻ, എക്സ്ചേഞ്ച് കൺട്രോൾ, ഇതൊക്കെയാണ് മോണിറ്ററി മെഷേഴ്സ്. നോൺ മോണിറ്ററി മെഷേഴ്സ് എന്ന് പറയുമ്പം എക്സ്പോർട്ട് പ്രൊമോഷൻ, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇമ്പോർട്ട് കൺട്രോൾ, ഇതൊക്കെയാണ് നോൺ മോണിറ്ററി മെഷേഴ്സ്. അപ്പോൾ ഇത്രയുമാണ് ബി ഒ പിയിൽ ബേസിക്കലി പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ് ബി ഒ പി, അതിൻ്റെ കമ്പണൻസ് ആയിട്ടുള്ള ക്യാപിറ്റൽ അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, ഒഫീഷ്യൽ റിസർവ്സ് ആൻഡ് എറേഴ്സ് ആൻഡ് ഒമിഷൻസ്. പിന്നെ ബി ഒ പി കാൽക്കുലേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ബി ഒ പി സർപ്ലസ്, ബി ഒ പി ഡെഫിസിറ്റ്, അതിലുണ്ടാകുന്ന ഡിസിക്വിലിബ്രിയം, അപ്പോൾ അതിൻ്റെ കോസസ് എന്താണ്, മെഷേഴ്സ് എന്താണ്, ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.